പക്ഷെ അത് CPM-ന്റെ വോട്ടുകളുടെ ഒരു ചോർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യത്തിൽ UDF-ന്റെ പ്രവർത്തകരല്ല, ഞെട്ടിയത് CPM-കാരാണ്. നമുക്കറിയാം, ഇന്നലെ കഴിഞ്ഞ 10 വർഷത്തെ ജനങ്ങളുടെ അമർഷമാണ് ഇന്നലത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കേരളത്തിൽ ആഞ്ഞു വീശിയ UDF-ന്റെ തരംഗം അത് പെരിന്തൽമണ്ണയിലും നമുക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ 5 വർഷം നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, ഒരു പുതുമുഖമായി കടന്നു വന്ന് ആദ്യമായി MLA ആയി പെരിന്തൽമണ്ണക്കാരുടെ മനസ്സിൽ കുടിയേറാൻ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനായ MLA ഇന്നലെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സത്യത്തിൽ UDF-ന്റെ പ്രവർത്തകരല്ല, ഞെട്ടിയത് CPM-കാരാണ്. നമുക്കറിയാം, പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ആദ്യമേ പ്രവചിച്ച ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് തുടക്കം മുതൽ 15,000-ലധികം വോട്ടുകൾ നജീബ് കാന്തപുരത്തിന് ലഭിക്കും, അത് 20,000 വരെ പോകുമെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞപ്പോഴും നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ നിങ്ങളുടെ വിശകലനത്തിൽ അത് 30,000 കടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോലും അത് വിശ്വസിച്ചില്ല. പക്ഷേ ഇന്നലത്തെ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് കൃത്യമായി അത് നടന്നിരിക്കുന്നു. ജനങ്ങൾ നജീബിനെ ഏറ്റെടുത്തിരിക്കുന്നു, UDF-നെ വിശ്വാസത്തിലെടുത്തിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം കേരളത്തെ ഭരിച്ചു മുടിച്ച പിണറായി വിജയനെതിരായുള്ള ഒരു ശക്തമായ വിധിയെഴുത്താണ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്കറിയാം, ഈ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഒക്കെ കണ്ടത്, അമ്പലപ്പുഴയിൽ നമ്മൾ കണ്ടത്, പാർട്ടി ഗ്രാമങ്ങൾ കടന്നു ചെല്ലാൻ UDF പ്രവർത്തകർ കഴിയാത്ത സ്ഥലങ്ങളിൽ, ബൂത്തുകളിൽ ഇരിക്കാൻ ബൂത്ത് ഏജന്റുമാരെ അനുവദിക്കാത്ത സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF-ന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നത്. ഇത് കമ്മ്യൂണിസം തകർന്നു, അല്ലെങ്കിൽ പിണറായിസം ഇവിടെ നടക്കില്ല എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇതിനൊക്കെ സന്തോഷിക്കുമ്പോഴും BJP-ക്ക് 3 സീറ്റ് കിട്ടി എന്ന് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞെട്ടലോടെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. CPM-ന്റെ സീറ്റുകളാണ് അവർ പിടിച്ചെടുത്തെങ്കിലും കോൺഗ്രസ്സുകാരായ ഞങ്ങൾക്ക്, UDF വരെ ഞങ്ങൾക്ക് അതിലൊക്കെ വളരെയേറെ പ്രയാസമാണ്. CPM ഈ കേരളത്തിൽ, ഈ രാജ്യത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസിന്റെ UDF-ന്റെ പ്രവർത്തകനാണ് ഞാൻ. പക്ഷേ ഈ BJP-യെ പോലെയുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ കടന്നുകയറ്റത്തെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത് പ്രതിരോധിക്കാനോ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം ഒക്കെ ഉൾപ്പെടുന്ന പാർട്ടികൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിന് സാധിക്കൂ. പക്ഷേ ഇത്തരം പിണറായിസം, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറഞ്ഞതുപോലെ ഞാനും മകളും മരുമകനും പിന്നെ കമലയും എന്ന് പറയുന്ന രീതിയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തെ, കമ്മ്യൂണിസത്തെ എത്തിച്ച പിണറായി വിജയനെതിരായുള്ള ഒരു വിധിയെഴുത്താണ് ഇന്നലെ നമ്മൾ കണ്ടത്. അത് CPM തകരണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല, CPM ഇവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ ഇത്തരം വിധിയെഴുത്തിന് പിന്നിലുള്ളത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള, ജനഹിതമനുസരിച്ചുള്ള, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഗവൺമെന്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. അത് ജനങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ഗവൺമെന്റ് തിരിച്ചു വരുമ്പോൾ അത് വലിയ ഒരു നേട്ടമായി ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കാണുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത. പെരിന്തൽമണ്ണ സത്യത്തിൽ CPM-മാർ പറഞ്ഞതുപോലെ അടിയൊഴുക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് CPM-ന്റെ വോട്ടുകളുടെ ഒരു ചോർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം. കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ UDF-ഉണ്ടായ വിജയം, ഏലംകുളം പഞ്ചായത്തിൽ അവർ പണമൊഴുക്കിക്കൊണ്ട് UDF-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അട്ടിമറിച്ച കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ ജനം തിരുത്തി എഴുതി ഏലംകുളം പഞ്ചായത്ത് UDF-നെ തിരിച്ചേൽപ്പിച്ചു. അതുപോലെ പെരിന്തൽമണ്ണ നഗരസഭയിലും അവർ പണമൊഴുക്കിക്കൊണ്ട് പല ആളുകളെയും ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ അതൊന്നും വിലപ്പോകില്ല എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വിധി നമുക്ക് മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് കൃത്യമായി പെരിന്തൽമണ്ണ നഗരസഭയിൽ 5,500-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് ജനങ്ങളുടെ അംഗീകാരമാണ്, ജനങ്ങളുടെ വിധിയെഴുത്താണ്, ജനങ്ങളുടെ വിശ്വാസമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഈ നഗരസഭയും അട്ടിമറിക്കാനുള്ള ശ്രമം CPM ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അവർ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നത് പറയുന്നത് പോലെയുള്ള ഒരു സ്വപ്നമായി മാറും എന്ന കാര്യം സംശയം വേണ്ട. ഈ നഗരസഭയും നമ്മുടെ ഗവൺമെന്റും ഇവിടുത്തെ MLA-യും ഇവിടുത്തെ MP-യും ഒത്തൊരുമിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾ എങ്ങനെയാണ് ഭരിക്കാൻ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നത് എന്നുള്ളത് സത്യസന്ധമായി ഞങ്ങൾ നടത്തും. അത് നടത്തി കാണിക്കാനുള്ള കഴിവും പ്രാപ്തിയുമുള്ള UDF-ന്റെ നേതൃനിര പെരിന്തൽമണ്ണയിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു റിസൾട്ട് കൂടിയാണ് ഇന്നലെ വന്നത്. നല്ലൊരു നേതൃനിര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ 100-ലധികം സീറ്റുകളോട് കൂടി വീണ്ടും 10 വർഷം അധികാരത്തിന് പുറത്തിരുന്ന
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും UDFിനെയും തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചത്. നമുക്കറിയാം, ബംഗാൾ CPM പിന്നോട്ട് പോയ, CPM പരാജയപ്പെട്ട, CPMന് ഭരണം നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സംസ്ഥാനം അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ച ചരിത്രം ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടില്ല. മറിച്ച് കോൺഗ്രസ് നഷ്ടപ്പെട്ട പല സംസ്ഥാനങ്ങളും കോൺഗ്രസ് തിരിച്ചു പിടിച്ച ചരിത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. അത് തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും ഏത് സംസ്ഥാനം എടുത്ത് പരിശോധിച്ചാലും ആ ഒരു ചരിത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് സാധിച്ചത്. കറകളഞ്ഞ നല്ല തലയെടുപ്പുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ്. കേരളത്തിൽ നമുക്കറിയാം, VD സതീശനെ പോലെ, KC വേണുഗോപാലിനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെ, K മുരളീധരനെ പോലെ, ശശി തരൂരിനെ പോലെ, K സുധാകരനെ പോലെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ അടക്കമുള്ള നിരവധി നേതാക്കന്മാർ ഉന്നത തലങ്ങളിൽ, തൊട്ടു താഴെയുള്ള ചെറുപ്പക്കാരുടെ നിര നിങ്ങൾക്ക് തന്നെ അറിയാം. ഷാഫി പറമ്പിലാണെങ്കിലും, വിഷ്ണുനാഥ് ആണെങ്കിലും, AP അനിൽകുമാർ ആണെങ്കിലും, മാത്യു കോഴൽനാടനാണെങ്കിലും, നിരവധി ഇപ്പോൾ അബിൻ വർക്കി അടക്കമുള്ള ആളുകളൊക്കെ ഒളിച്ചു വന്നിരിക്കുക എന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേതൃനിരയ്ക്ക് ഒരു കുറവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പല പേരുകളും ഞങ്ങൾ ചർച്ച ചെയ്യും. അതിൽ ഏറ്റവും നല്ല പേര് അത് ഞങ്ങൾ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. ആ പേര് എല്ലാ പ്രവർത്തകരും അത് അംഗീകരിക്കും. മറിച്ച് CPMന് ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും കിട്ടാത്ത ഒരവസ്ഥയിലാണ് ഇന്നുള്ളത്. ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ മരുമകനെ തന്നെ വീണ്ടും ആക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു ഗതികേടിലേക്ക് ഇന്ന് CPM പോയിരിക്കുന്നു, LDF പോയിരിക്കുന്നു. നമുക്കറിയാം കേരള കോൺഗ്രസിൻ്റെയൊക്കെ അവസ്ഥ. ആ മാണി ജീവിച്ചിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ബാലകൃഷ്ണപിള്ള ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതുപോലെ, ഗണേശനെ പറഞ്ഞതുപോലെ, ചരിത്രത്തിൽ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്ത് കേട്ടോ 13 മന്ത്രിമാരെ ഒരുപോലെ ഒലിച്ചു പോകുന്ന ഒരു കാഴ്ച ഏതെങ്കിലും സംസ്ഥാനം നമ്മൾ കണ്ടിട്ടുണ്ട്? ഏത് തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ ജനങ്ങൾ തിരുത്തി എഴുതിയതാണ്. അതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് UDF അടുത്ത 5 വർഷം ഭരിക്കാൻ പോകുന്നത്. ഈ വിധി ഞങ്ങൾ അനുസരിച്ച്, ഞങ്ങൾ വിധിക്കനുസരിച്ച്, വിധി ജനങ്ങൾക്ക് വേണ്ടിയുള്ള കൃത്യമായ ഒരു ഭരണം നടത്താൻ അത് കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിയും. അതിന് നേതൃത്വം കൊടുക്കാനുള്ള നേതൃത്വവും ഞങ്ങളുടെ ഈ ICC അടക്കമുള്ള ഞങ്ങളുടെ സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട് എന്നുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു സംശയവും ഒരു കാര്യത്തിനുമില്ല. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.